ജമ്മൂലെത്തി. അവൻ ബനിഹാലിലേക്ക് ഇത് ബസ് കയറാൻ പണ്ട് ഒപ്പ ചായ എടുത്ത് ബസ്സാ പോവാ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ കാശ്മീരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് ശരിക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമ്മളിപ്പം കയറിയത് ബനിഹാലിലേക്കുള്ള ബസ്സാണ്. ഇത് ജമ്മു സ്റ്റാൻഡിൽ വന്നിട്ടാണ് നമ്മൾ ബസ് കയറിയിരിക്കുന്നത്. ഈ പുറത്ത് കാണുന്നതൊക്കെ ബനിഹാൽ ശ്രീനഗറിലേക്ക് ആളെ ഒപ്പിച്ചു പോകുന്ന വണ്ടികളാണ്. നമ്മൾ ബനിഹാൽ വരെ ചൂസ് ചെയ്തിരിക്കുന്നത് ബസ്സാണ്. 300 രൂപയാണ് ഒരാൾക്ക് ഫെയർ എടുത്ത്. കുട്ടികൾക്ക് പകുതി ഫെയറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബസ് മൂവായി തുടങ്ങിയിട്ടുണ്ട് ശ്രീനഗർ ഡയറക്ഷനിൽ. നെക്സ്റ്റ് വലിയ ടൗൺ വരുന്നത് ഉധംപൂരാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഉധംപൂർ എത്തിയിട്ടുണ്ട്. ഉധംപൂർ ജംഗ്ഷനാണത്. ഈ ഉധംപൂർ ജംഗ്ഷൻ നിന്നാണ് ഇനി നമ്മൾ ശ്രീനഗറിലേക്ക്. ഈ കാണുന്നത് ശ്രീനഗർ ഡൽഹി ഹൈവേ ആണ് നമ്മളെ മുന്നിലുള്ളത്. ഇന്ത്യൻ ആർമിയുടെ ഒരു മെയിൻ പോയിൻ്റാണ് ഈ ഉധംപൂർ. ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡോ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഉധംപൂരാണ്. ജമ്മുവിലെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആർമി നമുക്ക് നാട്ടിൽ പരിചയമില്ലാത്തതാണ്. ആർമിക്കാർ ഫുൾ ടൈം ഇതപ്പോൾ ഒരു വണ്ടി പാസ് ചെയ്യുന്ന ആർമിയുടെ ഫുൾ ടൈം ഇവിടെ ഫുള്ളി എക്യുപ്ഡ് ആർമിക്കാർ എന്തിനും റെഡി ആയിട്ട് എപ്പോഴും ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടേയിരിക്കും. കാശ്മീരിലൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല. നമ്മളിവിടെ എത്തിയാൽ പുതിയ സിം എടുക്കണം. അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മ് വേണം. അപ്പോൾ അത് വരുന്നവർ ശ്രദ്ധിക്കണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഇല്ലാത്തൊരവസ്ഥയാണ് വരിക. ഈ ബസ് നമ്മൾ ബനിഹാൽ എന്ന് പറഞ്ഞിട്ടാണ് കയറ്റിയത്. പക്ഷേ റംബാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മളെ വേറൊരു ബസ്സിലേക്ക് അവർ കയറ്റി. അത് ശ്രീനഗറിലേക്കുള്ള ബസ്സാണ്. നമ്മളവർ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീനഗർ വരെ വരാൻ. പക്ഷെ നമ്മൾ ബനിഹാൽ വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൊടുത്ത പ്രൈസിന് തന്നെ വേറെ ടിക്കറ്റൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് അവിടുന്ന് കയറുമ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതെത്തിയപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലാണ് ഇത്രയും ആളുകൾ ഇരിക്കുന്നത്. എല്ലാവരും ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലാക്കി അവർ ആ ഡോറങ്ങോട്ട് അടച്ചു. എന്നിട്ടിപ്പോൾ ഡ്രൈവർ ക്യാബിൻ്റെ ബാക്കിലുള്ള ആളുകളാണ് ഈ കാണുന്നത്. ഫുൾ ടൈറ്റായിട്ടാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഇനി ഒരു 50 കിലോമീറ്റർ പോകാനുണ്ട് ബനിഹാൽ വരെ. നല്ല ടൈറ്റാണ് ബസ്. നമ്മൾ ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടിട്ടായിരിക്കുന്നത്. ഷെൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇടുങ്ങിയിരിക്കുക. ആദ്യം നല്ല സീറ്റാണ് കിട്ടിയത്. മുമ്പൊരു കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സംഗതി എന്തായാലും നല്ല രസമുണ്ട്. ഈ ഒരു പാട്ടൊക്കെ കേട്ട് അവരൊരു ലെവലിൽ അവരെല്ലാവരും യൂസ്ഡാണ്. ഇവിടെയുള്ള നാട്ടുകാരാണ് അധികം വണ്ടിയിലുള്ളത്. ഡ്രൈവർ വളരെ കൂൾ സീനാണ്. മുമ്പൊരു മൊബൈലൊക്കെ എടുത്ത് വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യണത്. ശരിക്കും ഒരു ഹിന്ദി ഫിലിമിലെ ഒരു വില്ലൻ്റെ ഒക്കെ ലുക്കുണ്ട് ആളെ കാണാൻ. ബസ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് ടണലും ഇങ്ങനെയുള്ള റോഡുകളും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ടണലുകളാണ് നമ്മൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു ടണൽ എത്താറായിട്ടുണ്ട്. ടണലെന്ന് പറഞ്ഞാൽ നല്ല ഹെവി ടണൽസാണ്. അപ്പം ഇന്ത്യയിൽ തന്നെ ഒരുപാട് നീളം കൂടിയ ടണലുകളൊക്കെ ഇപ്പോൾ ഉള്ളത് ഈ ശ്രീനഗർ ബാരാമുള്ള ഈ റോട്ടിലാണ് ഉള്ളത്. ഒരു ടണലാണ് വരുന്നത്. ഇത് 6.something കിലോമീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഒരു ടണലാണ് വരുന്നത്. ഈ റൂട്ടിൽ ഒരുപാട് ടണൽസ് ഇതുപോലെയുള്ളതുണ്ട്. നമുക്ക് സാധാരണ നാട്ടിലൊക്കെ വളരെ അപൂർവമാണ് നമ്മൾ ടണലും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇതന്നെ ഉള്ളൂ. ഇതിൽ പല ടണലുകളും ഒരുപാട് കാലം മുന്നേ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് തുറന്ന് പോകുമ്പോഴാണ് ഇതിൻ്റെ ഓരോ ഏരിയ എത്തുമ്പോൾ ഇതിൻ്റെ ഹാർഡ്നെസ് കൂടുതലും പിന്നെ പല മണ്ണിടിയൽ ഇങ്ങനെ കുറേ ടണലുകൾ ഇവിടെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി വർക്ക് കഴിഞ്ഞ റോഡുകളാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ ഓടി ഒരു 4-5 മണിക്കൂർ വണ്ടിയിലിരുന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ബസ്സിലിരുന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കുറച്ചൊരു സ്നോ കണ്ടത്. നമ്മളെ മനസ്സിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് കാശ്മീർ ഫുള്ള് മഞ്ഞാണ്. അങ്ങനെയൊന്നുമല്ല. ഇത്രയും ഓടി ഈ ബനിഹാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണാകുമ്പോൾ ചെറിയൊരു മഞ്ഞ് കുറേ അകലെ ഒരു മലയിൽ കാണുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സ് മാക്സിമം ഉള്ളൂ നമ്മളെ ബനിഹാൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്താൻ. ഈ റോഡ് കണ്ടിന്യൂസ് ശ്രീനഗർ വരെ പോവാണ്. പക്ഷെ നമ്മൾ പ്ലാനിങ് ബനിഹാൽ വരെയാണ്. അപ്പം ബനിഹാലിൽ നിന്ന് എങ്ങനെ ട്രെയിൻ കിട്ടും, എങ്ങനെ ഏത് സമയത്താണുള്ളത്, കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കൂടുതൽ ഡീറ്റെയിൽസും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ തരുന്നുണ്ട്. ഏതായാലും ഈ ഛർദി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ റൂട്ടും അതിൻ്റെ ഒരു മെത്തേഡ് ഇതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏകദേശം നമ്മൾ ബനിഹാൽ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.